നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സേമിയ ഉപ്പുമാവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമേ തന്നെ നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ച് ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് വറന്ന് അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ സേമിയ ചെറുതായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ച് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 7 കാഷ്യൂ നട്ട്സ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കാഷ്യൂ നട്ട്സ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം കാഷ്യൂസും കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഒന്ന് കുക്കാക്കി എടുക്കാം. ഇത് അധികം കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സേമിയ അളന്ന അതേ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ഇത് നല്ലതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മൂടി വച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. സേമിയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞു പോയിട്ടൊന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.